അങ്ങനെ പറയുന്ന അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾ ആദ്യം അവർ രാഹുലിനെ കൂട്ടിയിരുത്തി ഒരു വക്കീൽ ഓഫീസിൽ പോയി അയാൾക്കെതിരായി വന്നിട്ടുള്ള ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു കേസ് ഫയൽ ചെയ്യുക വേണ്ടത്. നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം പേരിൽ കേസെടുക്കേണ്ടതാണ്. കാരണം നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ് ഈ വാർത്തകളൊക്കെ പുറത്തുവിട്ടത്. അപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ഉത്തരവാദിത്വമില്ലേ? അപ്പോൾ ആ ചോദ്യം നിങ്ങൾക്കും ബാധകമാണ്. കാരണം നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയൊരു വീഡിയോ ആണ്, ദൃശ്യമാണ്, കഥയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇമാതിരി ഈ ചോദ്യങ്ങൾ കൊണ്ടൊന്നും ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രശ്നമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകവും ബുദ്ധിയും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന കാര്യം ഞങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും രാഹുൽ ഇനി ഒരു നിമിഷം പോലും ഒരു നിയമസഭാ അംഗമായി തുടരാൻ പാടില്ല. ശക്തമായിട്ടുള്ള പ്രതിഷേധം കേരളത്തിലെമ്പാടും ഞങ്ങൾ നടത്തും. ഇതിലെ സുധാകരന്റെ മറുപടിയാണ് വിചിത്രം. പുതിയ ഓഡിയോ ക്ലിപ്പ് വന്ന സമയത്ത് സുധാകരൻ പറഞ്ഞത് ഈ വിഷയത്തെ പറ്റി അന്വേഷിച്ചു, പക്ഷേ രാഹുൽ തെറ്റുകാരനല്ല, പരാതി കൊടുക്കുന്നതിന്റെ ഒരു ദിവസം അല്ല. ഈ അതിൽ കാര്യം എന്താ വെച്ചാൽ ഈ വി ഡി സതീശൻ പല ഘട്ടങ്ങളിൽ പറയുന്നത് ഞങ്ങൾ കേരളത്തിലെ മുതിർന്ന നേതാക്കൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചത് എന്നാണ്. അപ്പോൾ സുധാകരൻ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാവല്ലേ? സുധാകരൻ ഏതോ നാട്ടിൽ നിന്ന് വന്ന് ഇന്നലെ നിലാത്തിറക്കിയ കോഴി എന്നൊക്കെ പറയില്ലേ, അമ്മാതിരി അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം കോൺഗ്രസ്സുകാർ തന്നെ തിരുത്തേണ്ടതാണ്. കാരണം എന്താണ് പറയുന്നത്? പിന്നെ സുധാകരനെ പോലുള്ള ആളുകളുടെ നാവിൽ നിന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ ഇരകൾക്ക് അനുകൂലമായി എന്തെങ്കിലും വന്നിട്ടുണ്ടോ? സൂര്യനെല്ലിയിലെ സംഭവം നടന്നപ്പോൾ സുധാകരൻ്റെ പ്രസ്താവന എന്തായിരുന്നു? പല കേസുകളിലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഇത്തരം വിഷയങ്ങളിൽ സുധാകരൻ എല്ലാ കാലത്തും സ്ത്രീവിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള ഒരു പെർവർട്ടനെ ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്വം അയാൾക്കുണ്ടാവും. അവരുടെ പാർട്ടി അത് ഏൽപ്പിച്ചിട്ടുണ്ടാവും. സുധാകരൻ ഒറ്റക്ക് പറഞ്ഞായിരിക്കില്ല, അതൊക്കെ പറഞ്ഞ് പറയിപ്പിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ കോൺഗ്രസ് നിങ്ങൾ ഇന്ന് കാണുന്ന നേതാക്കന്മാരാൽ നയിക്കപ്പെടുന്ന കോൺഗ്രസ് അല്ല. കാണാൻ ചിലപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും, KPCC പ്രസിഡന്റ് ഉണ്ടാവും, ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവരെല്ലാം ഷാഫിയുടെയും രാഹുലിൻ്റെയും അടിമകളാണ്. ഷാഫിയും രാഹുലും ഈ ക്രിമിനൽ സംഘം തീരുമാനിക്കുന്നതിന് അപ്പുറത്തേക്ക് കേരളത്തിലെ കോൺഗ്രസ്സിന് ഒരു നിലപാടും സ്വീകരിക്കാൻ കഴിയില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ KPCC പ്രസിഡന്റിനേക്കാൾ ഒരു പ്രധാനപ്പെട്ട പദവിയാണ് പ്രതിപക്ഷ നേതാവ്, അല്ലേ? കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ആ പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് എന്തെല്ലാം ആക്ഷേപങ്ങൾ ഈ സംഘം ഉന്നയിച്ചു. ആ പ്രതിപക്ഷ നേതാവ് KPCC യോഗത്തിൽ പോയിട്ട് നിലവിളിച്ചു എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ KPCC യോഗത്തിൽ